ഇപ്പോഴും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പ്രശ്നമായി തലസ്ഥാന നഗരിയിലെ കുടിവെള്ള പ്രശ്നം മാറിയിരിക്കുന്നു. 4 ദിവസമായി കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ നഗരവാസികൾ വലയുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 40ഓളം വാർഡുകളെയാണ് ഈ ദുരിതം ബാധിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് സർക്കാർ നൽകിയിരിക്കുന്ന ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ജലവിഭവ വകുപ്പ് മന്ത്രി പറഞ്ഞത് 4 മണിയാകുമ്പോഴേക്കും പമ്പിംഗ് തുടങ്ങും, ഉടൻ തന്നെ വെള്ളം കിട്ടിത്തുടങ്ങുമെന്നാണ്. നേരത്തെ 2 ദിവസം ജലം മുടങ്ങും എന്ന് മാത്രമായിരുന്നു ഈ ജനങ്ങൾക്ക് കൊടുത്തിരുന്ന നേരത്തെ ഒരു മുൻകൂർ മുന്നറിയിപ്പ്. പക്ഷേ അത് കടന്നു. വീണ്ടും 3-4 ദിവസമായിട്ടും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാതെയാണ് ഇത്ര ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക്, ബുദ്ധിമുട്ടിലേക്ക് തലസ്ഥാന നഗരിയിലെ ജനങ്ങളെ തള്ളിവിട്ടിരിക്കുന്നത്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജലം ഒരു തുള്ളി പോലും ഇല്ല. വേണ്ട രീതിയിൽ ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇത് അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രതിസന്ധിയാണ് എന്നൊക്കെയുള്ള വിശദീകരണം ജലവിഭവ വകുപ്പ് നൽകുമ്പോഴും പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നത് വളരെ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു തലസ്ഥാന നഗരിയിലെ ജനങ്ങൾക്കിടയിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏതാണ്ട് 40ഓളം വാർഡുകളിലുള്ള ജനങ്ങൾക്കാണ് ഈ വലിയ പ്രതിസന്ധി നേരിട്ടിരിക്കുന്നത്. കനത്ത പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരികയാണ്. ജനരോഷം ഉണ്ടായിട്ടുണ്ട്. കാരണം കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ, അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം, ഇതൊക്കെ നിൽക്കുന്നുണ്ട്. ശുദ്ധമായ വെള്ളം കിട്ടാത്ത പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. അപൂർവം ചില വീടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ, അതായത് കുഴൽക്കിണർ സംവിധാനമൊക്കെയുള്ള വീടുകളിൽ മാത്രമാണ് ജലമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നു. അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലക്സ് മുഹമ്മദ് നമ്മളോടൊപ്പം ചേരും അല്പസമയത്തിനകം വിവരങ്ങളുമായി. അലക്സ്, ഇപ്പോഴും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. 4 മണിയോടുകൂടി വെള്ളം എത്തേണ്ടതായിരുന്നു. ഉറപ്പുകൾ സത്യത്തിൽ വെള്ളത്തിൽ എഴുതിയ വര പോലെയായി മാഞ്ഞിരിക്കുന്നു. 4 മണി കഴിഞ്ഞിട്ടും വെള്ളം കിട്ടാതെ തലസ്ഥാനത്തെ ഏതാണ്ട് 44 വാർഡുകളിൽ വരുന്ന ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണല്ലോ. അലക്സ്, ഇപ്പോൾ എവിടെയാണുള്ളത്? എന്താണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്? ഗോപി, വട്ടിയൂർക്കാവിന് സമീപം കാഞ്ഞിരംപാറയിലാണിത്. കാഞ്ഞിരംപാറയിലെ കാഴ്ചയാണിത്. നേരത്തെ ഗോപി സൂചിപ്പിച്ചതുപോലെ ഈ അധികൃതരുടെ ഉറപ്പുകൾ, മന്ത്രിയുടെ ഉറപ്പ്, മറ്റുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ ഉറപ്പ് ജലരേഖയായി എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടേക്ക് സന്നദ്ധ പ്രവർത്തകർ, അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരൊക്കെ സ്വന്തം നിലയ്ക്ക് അവർ വെള്ളം ശേഖരിച്ച് ഈ കാണുന്നത് സ്വകാര്യ വാഹനമാണ്. ആ വാഹനത്തിൽ ടാങ്കുകൾ അവർ തന്നെ ഫിറ്റ് ചെയ്ത് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കാഞ്ഞിരംപാറ വാർഡിൻ്റെ കൗൺസിലർ സുമിയാണുള്ളത്. സുമി, വെള്ളം എത്തിക്കും, ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന റോഡ് സൈഡിലേക്ക് അവർക്ക് കൊടുക്കാനായി, ഇത്തരം പോക്കറ്റ് റോഡുകളിലേക്കൊന്നും ആളുകളുടെ വീട്ടിലേക്കൊന്നും വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങളിതാ സ്വമേധയാ ഇത്തരം പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. എന്താണ് അവസ്ഥ, എന്താണ് സാഹചര്യം വാർഡിലെ? ഇപ്പോൾ ഏകദേശം 4 ദിവസമായി ഇവിടുത്തെ ഈ അവസ്ഥയാണ്. ആദ്യം പറഞ്ഞു ടാങ്കറിൽ വെള്ളം എത്തിക്കുമെന്ന്, പിന്നെ പറഞ്ഞു വലിയ വണ്ടിയാണ്, 10,000 ലിറ്ററിൻ്റെ വണ്ടിയാണ്, ഇടറോഡുകളിലൊന്നും എത്തിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് 3 ദിവസത്തോളം വെള്ളം എത്തിച്ചിട്ടില്ല. ഇന്നാണ് വെള്ളം എത്തിക്കുന്നത്, അതും മെയിൻ റോഡിൽ മാത്രം. അപ്പോൾ ഈ ഇടറോഡിൽ ഞങ്ങളുടെ വാർഡെന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രമേ മെയിൻ റോഡ് വരുന്നുള്ളൂ, ബാക്കി എല്ലാവരും താമസിക്കുന്നത് ഇടറോഡിലാണ്. അപ്പോൾ ഇവർക്ക് വെള്ളം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് 4 ദിവസമായി എനിക്ക് 4 മണി മുതലാണ് രാവിലെ ആൾക്കാർ വിളിക്കുന്നത്. അവർക്ക് വിളിക്കാൻ ഞങ്ങളെടുത്തേ പറ്റൂ. വാട്ടർ അതോറിറ്റിയിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് കൗൺസിലറെ വിളിച്ചാൽ മതി. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കിതുപോലെ ഇന്നലെ രാവിലെ 9-10 മണി മുതൽ 2 മണി വരെ വാട്ടർ അതോറിറ്റിയിൽ ഞങ്ങൾ പോയിരുന്നു. കാരണം ഒരു ടാങ്കറെങ്കിലും ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർ പറയുന്നത് 2 സെക്ഷൻ എന്ന് പറഞ്ഞാൽ PTP സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 14 വാർഡാണ്. അപ്പോൾ മറ്റ് സെക്ഷനിൽ എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. ആ 2 സെക്ഷനും കൂടി ഒരു വണ്ടിയേ ഉള്ളൂ എന്ന്. ഈ ഒരു വണ്ടി വെച്ചിട്ട് ഈ 10-24 വാർഡിൽ എങ്ങനെയാണ് വെള്ളം കൊടുക്കുന്നത്? ഈ വെള്ളം കാണില്ല എന്നുള്ള മുന്നറിയിപ്പ് തന്നു, പക്ഷേ അതിനുള്ളൊരു സൊല്യൂഷനും കൂടെ അവർ കാണണ്ടേ? കൃത്യമായ തയ്യാറെടുപ്പില്ലാതെ എങ്ങനെയാണ് വെള്ളം പോകുമെന്ന് പറഞ്ഞു. ഒരു വീട്ടിൽ ചിലപ്പോൾ ബക്കറ്റിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്യാനുകളിലോ ചിലപ്പോൾ 1-2 ദിവസം അവർക്ക് ശേഖരിച്ച് വയ്ക്കാൻ പറ്റും. ബാക്കി ദിവസങ്ങളിൽ ഇപ്പം കുടിക്കാതിരിക്കാം, ചിലപ്പോൾ കുളിക്കാതിരിക്കാം, ടോയ്ലറ്റിൽ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ, വാട്ടർ അതോറിറ്റി എന്നായിരുന്നാലും വേറെ എല്ലായിടത്തുനിന്നും പറയുന്നത് കൗൺസിലർ അടുത്ത് പറഞ്ഞാൽ മതിയെന്ന്. കൗൺസിലർ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ ഹെൽത്തിൽ വിളിച്ചാൽ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചാൽ ഒരു റെസ്പോൺസും ഇല്ല. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ വാർഡിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഭക്ഷണം ഉണ്ടാക്കാത്ത വീടുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ദിവസങ്ങൾ ഫുഡ് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത മിക്കവാറും ഹോട്ടലുകൾ അവധിയാണ്. കാരണം അവർക്ക് വെള്ളമില്ലാതെ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ലല്ലോ. വീടുകളിൽ സത്യം പറഞ്ഞാൽ കഞ്ഞിക്കാകുമ്പോൾ കുറച്ച് വെള്ളം മതിയല്ലോ, കറിക്ക് വേറെ ആവശ്യമില്ല. എൻ്റെ വീട്ടിൽ കഞ്ഞി വെച്ച് കുടിച്ച അവസ്ഥയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇന്നലെ കഞ്ഞിയായിരുന്നു. വേറെ ഹോട്ടലുകൾ മൊത്തം അടച്ചിട്ടിരിക്കുക, ആഹാരമില്ല, വാങ്ങിക്കാൻ പോലും പറ്റില്ല. അവർക്കും വെള്ളം ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഹോട്ടലുകൾ ജംഗ്ഷനിൽ നോക്കിയറിയാം എല്ലാം അടച്ചിട്ടിരിക്കുക.
ഇവിടുത്തെ ഹോട്ടലുകൾ പ്രവർത്തിക്കാത്തത് കൊണ്ട് സാധാരണക്കാർക്ക് ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നില്ല. എല്ലാ ഹോട്ടലുകളും അതായിരിക്കും അവസ്ഥ. ഇവര് പറയുന്ന ഉറപ്പ് ഈ സമയത്ത് വെള്ളം എത്തിക്കുന്ന ഉറപ്പിന് വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞ കാര്യമാണല്ലോ. വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ഈ വെള്ളമില്ലാതായി വെള്ളമില്ലാതായി 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു ഉറപ്പ് തന്നത്. ആ ഉറപ്പും കള്ളത്തരമാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇപ്പോൾ ചിലപ്പോൾ ഈ കുറച്ച് ഭാഗത്തേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. രാവിലെ ഒരു 10 മണി തൊട്ട് തുടങ്ങിയതാണ്. വാർഡിൽ കുറച്ച് ഏരിയയിലേ എത്തിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ മറ്റ് ഏരിയയിൽ ഇനിയിപ്പോൾ അതൊരു വിഷയവും. ഇവർ ചെറിയ സ്ഥലത്ത് മാത്രം വെള്ളം കൊടുത്തു. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഈ പ്രവർത്തകരെല്ലാം കൂടി രാവിലെ 10 മണി മുതൽ ഈ ജോലിയിൽ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ നിന്നും നമുക്ക് കിണറുള്ള വീടുകളിൽ നിന്നും വെള്ളം ശേഖരിച്ച് ഇതുപോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വാർഡിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇനി കൊടുക്കാൻ പറ്റാത്ത നിങ്ങൾ പെട്ടിരിക്കുകയാണ്. അതാണ് ഗോപി അവർ പറയുന്നത് കേട്ടില്ലേ. അതായത് ഒരു വാർഡിലെ കാര്യമാണ് സുബി പറഞ്ഞത്. ആ വാർഡിൽ തന്നെ പലയിടത്തും ഈ ചെറിയ വാഹനങ്ങളിൽ നിന്ന് വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ 44 വാർഡുകൾ ഈ നഗരസഭയ്ക്ക് എമ്പാടുമുണ്ട്. അവിടങ്ങളിൽ തന്നെ പ്രധാനപ്പെട്ട ഉള്ള ഇടങ്ങളിൽ വലിയ ടാങ്കറുകൾ വരുന്ന ഇടങ്ങളിൽ മാത്രമാണ് വെള്ളം എത്തിക്കാൻ സാധിച്ചത്. അതും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അവിടെയൊക്കെ വെള്ളം എത്തിച്ചത്. ഞാൻ രാവിലെ കാഞ്ഞിരപ്പാറ കോളനിയിൽ പോയിരുന്നു. ആ കോളനിയിലെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമായിരുന്നു. കാരണം ചെറിയ റോഡാണ്, പോക്കറ്റ് റോഡാണ്. അതിന് മുകളിലേക്കൊക്കെ പോകാൻ പ്രധാനമായും നടന്നെത്തി വെള്ളം ചുമന്നുകൊണ്ട് പോകാനാകുന്ന ആളുകൾ മാത്രം പാത്രങ്ങളുമായി എത്തി വെള്ളം ശേഖരിച്ചു പോയി. അതല്ലാതെ വൃദ്ധർ വയോധികരൊക്കെ വീട്ടിനുള്ളിലുണ്ട്. അവർ ഒന്നും വെള്ളം ശേഖരിക്കാൻ പുറത്തു വരാൻ പറ്റാത്ത സാഹചര്യമാണ്. കിടപ്പ് രോഗികളുണ്ട്, വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത് നഗരവാസികളെ എമ്പാടുമായി ഈ ദുരിതം ബാധിച്ചു. നേരത്തെ നഗരസഭയും അല്ലെങ്കിൽ ജലവിഭവ വകുപ്പൊക്കെ കൊടുത്തിരുന്ന ഒരു മുന്നറിയിപ്പ് 2 ദിവസം വെള്ളം മുടങ്ങും എന്നുള്ളതായിരുന്നു. മാത്രമല്ല ഈ തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് ട്രിവാൻഡ്രം എന്ന ആപ്പ് വഴി ടാങ്കറുകളിൽ നിന്ന് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി അതിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സംവിധാനം ഒന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലേ? ഇപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞതനുസരിച്ച്, കൗൺസിലർ പറഞ്ഞതനുസരിച്ച് പ്രധാന റോഡുകളിൽ മാത്രമാണ് ഈ വലിയ വാഹനത്തിൽ, അതായത് 10,000 ലിറ്റർ കൊള്ളുന്ന വെള്ളം കൊണ്ടുള്ള വണ്ടി കൊണ്ടുവന്ന് ആ പ്രധാന നിരത്തിനോട് ചേർന്ന് നിൽക്കുന്ന വീടുകളിലേക്ക് മാത്രം വെള്ളം എത്തിക്കുന്നു. അതിൻ്റെ അകത്തേക്ക് ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്ന ഇടങ്ങളിലൊന്നും വെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനവും ഇല്ലേ? അപ്പോൾ എന്താണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്? ഈ സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് വഴി ടാങ്കറുകളിൽ വെള്ളം ബുക്ക് ചെയ്യാനൊരു സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ബുക്ക് ചെയ്യുന്നവർക്കെങ്കിലും വെള്ളം കിട്ടുന്നുണ്ടോ? ഗോപി, സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പൊക്കെ കോമഡിയാണ്. അത് കൗൺസിലറോട് തന്നെ ചോദിക്കുക അതിൻ്റെ അവസ്ഥ എന്താണെന്ന്. പക്ഷേ അതിനു മുമ്പ് രാവിലെ ഒരു അറിയിപ്പ് വന്നിരുന്നു. അത് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്ന അറിയിപ്പാണ്. അവർ പറഞ്ഞത് ഈ വെള്ളമെത്താത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ AEമാരെ ബന്ധപ്പെടുക, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെ ബന്ധപ്പെടുക, അവിടെ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കും എന്നൊരു അറിയിപ്പ് വന്നിരുന്നു. പക്ഷേ അതിനുശേഷം കൗൺസിലർമാർ വിളിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. ഫോൺ എടുത്താൽ മാത്രമല്ല അവർക്ക് ഇതെവിടെയാണ് ഈ സംഭവം ഉള്ളതെന്ന്, എവിടെയാണ് വെള്ളത്തിന് ഷോർട്ടേജ് ഉള്ളതെന്ന് അറിയാൻ സാധിക്കൂ. അങ്ങനെയെങ്കിൽ മാത്രമല്ല ഈ ഉദ്യോഗസ്ഥർക്ക് അതിനകത്ത് ഇടപെടാൻ സാധിക്കും. ഉദ്യോഗസ്ഥർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൃത്യവിലോപം ഉണ്ടായി എന്നുള്ളത് പറയുന്നുണ്ട്. കൗൺസിലർ തന്നെ ചേരുന്നുണ്ട്. കൗൺസിലറെ, ഈ സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് വഴി വെള്ളം ബുക്ക് ചെയ്യാം എന്നൊരു അറിയിപ്പ് വന്നിരുന്നു. അത് നടപ്പിലായോ? ഇവിടെ കുറച്ച് റെസിഡൻസുകാരും അല്ലാതെ പേഴ്സണലായിട്ട് ആൾക്കാരും സ്മാർട്ട് ട്രിവാൻഡ്രത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇതുവരെയും കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് കിട്ടുന്നത്. നമുക്കതിൽ പറയാനേ പറ്റുള്ളൂ. അതും മിക്കവർക്കും ഈ ബുക്ക് ചെയ്ത 99% പേർക്കും കിട്ടിയതായിട്ട് എനിക്ക് അറിവില്ല, എൻ്റെ അറിവിലില്ല. 10-14 ടാങ്കറുകൾ അതിന് പുറമെ അല്ലാതെ ഓടുന്നുണ്ടെന്ന് പറഞ്ഞു. അത് എങ്ങനെ തരാം? ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്തത് പേയ്മെൻറ്റ് കൊടുത്ത് പോകുന്നതാണ്. ഒരു 10,000 ലിറ്ററിൻ്റെത് അല്ലെങ്കിൽ 5,000 ലിറ്ററിൻ്റെയൊക്കെ പേയ്മെൻറ്റ് കൊടുത്ത് പോകുന്ന ടാങ്കർ ഒരുപാടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അത് പേയ്മെൻറ്റ് ചെയ്ത് പോകുന്നതാണ്. പേയ്മെന്റ് ചെയ്ത് പോകുന്നിടത്ത് കൃത്യമായും എത്തിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതെനിക്ക് തോന്നുന്നു അലക്സ്, ഏതാണ്ട് 2,000 രൂപ ഈ സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് വഴി ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാൻ 2,000 രൂപ വരെ അടയ്ക്കണം എന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു. ഇന്നലെ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നതാണ്. അതിൽ ജലവിഭവ വകുപ്പ് വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ എടുത്തില്ല എന്ന വിമർശനം ഉയർന്നതാണ്. ഇന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കും എന്ന ഉറപ്പ് ഇന്നിപ്പോൾ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നേരിട്ട് നൽകിയതാണ്. പക്ഷേ പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അറ്റകുറ്റപ്പണികളുടെ പേരിൽ 2 ദിവസം വെള്ളം മുടങ്ങുമെന്ന് മാത്രമായിരുന്നു അറിയിച്ചത്. പക്ഷേ വീണ്ടും വാൾവ് ലീക്കാണെന്ന് കണ്ട് അത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും അത് 3-4 ദിവസത്തേക്ക് നീണ്ടു. ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ സെക്രട്ടേറിയറ്റിൽ പോലും ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ ഓഫീസുകൾ അവധിയായതുകൊണ്ട് പ്രതിസന്ധി ഒരല്പം കുറഞ്ഞു എന്ന് പറയാം. നാളെ വീണ്ടും ഓഫീസുകൾ തുറക്കാൻ പോകുന്നു, വിദ്യാലയങ്ങൾ തുറക്കാൻ പോകുന്നു. നേരത്തെ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ കുളിക്കാതിരിക്കാം, പക്ഷേ വാഷ്റൂമിൽ പോകാനും ഒക്കെ വെള്ളമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകൾ ഏറ്റവും ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം? സ്വാഭാവികമായിട്ടും കൗൺസിലർമാർക്ക് മേലായിരിക്കും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവുക. കാരണം നാട്ടുകാർ നേരിട്ട് ബന്ധപ്പെടുന്നത് അവരുമായിട്ടാണല്ലോ. അലക്സ്,
ഗോപി, തീർച്ചയായും കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, MLA മാരൊക്കെ അങ്ങേയറ്റം പ്രതിഷേധത്തിലാണ്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ കൃത്യവിലോപം ഉണ്ടായെന്ന് അവർ പറയുന്നുണ്ട്. ഗോപി, ഈ സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് വഴി രജിസ്റ്റർ ചെയ്തതിൽ 99% പേർ അല്ലെങ്കിൽ ശതമാനത്തിനും വെള്ളം ലഭിച്ചിട്ടില്ല എന്ന് കൗൺസിലർ തന്നെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അതിൽ തന്നെ നോക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പ്രത്യേകിച്ച് പണം നൽകി അങ്ങനെ നേരത്തെ മുൻകൂറായി പണം നൽകിയവരിൽ ചിലർക്ക് വെള്ളം എത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ എന്താണെങ്കിലും ഒരു മുൻഗണന കാണിക്കുന്നുണ്ട്. പക്ഷേ പാവങ്ങളുടെ കാര്യമാണ് കഷ്ടം. പൊതുവിൽ നഗരത്തിനുള്ളിലെ പ്രധാനപ്പെട്ട, അതായത് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഈ ദുരിതം പേറുകയാണ്. ഈ ദുരിതം, ഈ മണിക്കൂറുകൾ 4-ാം ദിവസമാകുമ്പോഴും അതിന് ഒരു അറുതിയുമില്ലാതെ തുടരുന്നുണ്ട്. അല്പം മുമ്പ് പോലും 4 മണിക്ക് തൊട്ട് മുമ്പ് വന്ന അറിയിപ്പിൽ, അത് വാട്ടർ അതോറിറ്റിയുടെ അറിയിപ്പാണ്, വാട്ടർ അതോറിറ്റിയുടെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു. അവർ പറയുന്നത് പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ജോലികൾ പൂർത്തിയായി എന്നാണ് വാട്ടർ അതോറിറ്റി വ്യക്തമാക്കിയത്. ആങ്കർ ബ്ലോക്ക് സ്ഥാപിക്കലും വലിയ വാൽവ് ഘടിപ്പിക്കലും അവസാന ഘട്ടത്തിലാണ് എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ പമ്പിംഗ് തുടങ്ങാനാകുമെന്ന് ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ 4 ദിവസമായി തുടരുന്നുണ്ട്. പൈപ്പ് ലൈനിൽ ആദ്യം ശുചീകരണം നടത്തും, അതിനുശേഷം ലൈൻ പൂർണ്ണമായും ചാർജ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ഈ ഉറപ്പിന്മേൽ എത്ര കാലം പിടിച്ചു നിൽക്കാനാകുമെന്നാണ് ജനപ്രതിനിധികൾ ചോദിക്കുന്നത്. കാരണം രാവിലെ 4 മണി മുതലും 3 മണി മുതലുമാണ് ആളുകൾ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളെ വിളിക്കുന്നത്, അവരുടെ ആവശ്യം ഉന്നയിച്ച് ജനപ്രതിനിധികളെ വിളിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഞ്ഞി വെക്കാതിരിക്കാം, അതല്ല എങ്കിൽ കുളിക്കാതിരിക്കാം, നനയ്ക്കാതിരിക്കാം, പക്ഷേ ടോയ്ലറ്റിൽ പോകാതിരിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യമെങ്കിലും അഡ്രസ്സ് ചെയ്യാൻ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്ക് ഇനിയും സാധിച്ചു. ശരി അലക്സ്, ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 22 മിനിറ്റായി. 4 മണിയോടുകൂടി പമ്പിംഗ് ആരംഭിക്കും, വെള്ളം പൈപ്പുകളിൽ എത്തി തുടങ്ങും എന്നായിരുന്നു അറിയിച്ചത്. മണി 4 കഴിഞ്ഞു, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, ജനങ്ങൾ വലയുകയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ 45ഓളം വരുന്ന വാർഡുകളിൽ, തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ 45 വാർഡുകളിൽ വരുന്ന ജനങ്ങളാണ് ഈ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കും എന്ന ഉറപ്പ് നൽകിയിരുന്നെങ്കിലും പ്രധാന പാതകളിൽ, വീതി കൂടിയ പാതകളിലേക്ക് മാത്രമാണ് ഈ വലിയ വാഹനങ്ങളിൽ വെള്ളം എത്തിക്കുന്നതും അവിടെ അതിന്റെ ഓരത്ത് നിൽക്കുന്ന വീടുകളിലേക്ക് മാത്രമാണ് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളതും. ഇപ്പോഴും ആളുകൾക്ക് കുടിക്കാൻ പോലും വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്. 4 ദിവസമായിരിക്കുന്നു. കഴിഞ്ഞ 5-ാം തീയതിയാണ് വെള്ളം മുടങ്ങും എന്ന അറിയിപ്പ് അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയത്. അതിനുശേഷം 2 ദിവസം കൊണ്ട്, 48 മണിക്കൂർ കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി ഏതാണ്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ നേമത്തേക്കും ഐരാണിമുട്ടം ഭാഗത്തേക്ക് പോകുന്ന ട്രാൻസ്മിഷൻ മെയിൻ പൈപ്പ് ലൈനുകളുടെ അലൈൻമെന്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, അറ്റകുറ്റപ്പണികളുടെ ഭാഗമായിട്ടാണ് വെള്ളം മുടങ്ങുമെന്ന് അറിയിച്ചിരുന്നത്. 48 മണിക്കൂർ സമയം കൊണ്ട് വെള്ളം വീണ്ടും ഈ ജലവിതരണം പുനഃസ്ഥാപിക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. 48 മണിക്കൂർ കഴിഞ്ഞു, 4 ദിവസം പിന്നിട്ടിട്ടും ഇന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉറപ്പ് നൽകിയിരുന്നത് 4 മണിയോടുകൂടി പമ്പിംഗ് തുടങ്ങാൻ കഴിയും, വെള്ളം എത്തിക്കാൻ കഴിയുമെന്നാണ്. സമയം ഇപ്പോൾ 4:24 ഏതാണ്ട് അരമണിക്കൂർ പിന്നിട്ട് എന്നിട്ടും ജലം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2000 രൂപയോളം പണം അടച്ച് ജലം വാങ്ങുന്ന അവസ്ഥയുണ്ട്. സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് വഴി ആളുകൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്നാണ് കൗൺസിലർമാർ പരാതിപ്പെടുന്നത്. സ്വാഭാവികമായും ജനപ്രതിനിധികളും കൗൺസിലർമാരും ഒക്കെ അവരുടെ നേരെയാണ് ജനങ്ങളുടെ രോഷമുണ്ടാകുന്നത് എന്നതുകൊണ്ട് തന്നെ അവരും പ്രതിഷേധ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ജലവിതരണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല എന്ന ഗുരുതരമായ ആക്ഷേപം ഉയരുന്നുണ്ട്. അതാണ് ഈ പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓഫീസുകളും സ്കൂളുകളും ഒക്കെ പ്രവർത്തിച്ചപ്പോൾ പ്രശ്നം കുറെ കൂടി വഷളായിരുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളുകളും ഒക്കെ അടഞ്ഞു കിടക്കുന്നു എന്നത് പ്രതിസന്ധിയുടെ രൂക്ഷത ഇന്ന് അല്പം കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ തിങ്കളാഴ്ച സ്വാഭാവികമായും ഓഫീസുകൾ തുറക്കുന്ന ദിവസം, വിദ്യാലയങ്ങൾ തുറക്കുന്ന ദിവസം പ്രശ്നം അതിഗുരുതരമായി ഒരു പ്രതിസന്ധിയായി മാറാൻ പോകുന്നു. തലസ്ഥാന നഗരിയിലാണ് ഈ ദുരിതക്കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ചെറിയ ഇടവേള നമ്മൾ എടുക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. 45 വാർഡുകളിൽ വെള്ളം കിട്ടാതെ ജനം ബുദ്ധിമുട്ടിലാഴ്ത്തുമ്പോൾ എന്താണ് അധികൃതർക്ക് പറയാനുള്ള മറുപടി? എന്താണ് അവിടുത്തെ ജനങ്ങൾ, അവരുടെ പ്രതികരണം എങ്ങനെയാണ്? കൗൺസിലർമാർ അടക്കം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥയിൽ തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ വലയുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി കുടിവെള്ളം മുടങ്ങിയിട്ട് തിരുവനന്തപുരം നഗരസഭയിലെ 45 വാർഡുകളിൽ പെടുന്ന ജനങ്ങളാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്. അവരുടെ ദുരിത കാഴ്ചകൾ, ദുരിത ജീവിതത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കുടിവെള്ളത്തിനായിട്ടുള്ള നെട്ടോട്ടം നമുക്ക് കാണാൻ കഴിയും. നഗരപ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളം ടാങ്കറുകളിൽ എത്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട് എന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി പമ്പിംഗ് സ്ഥാപിക്കുമെന്നും ജലവിതരണം പഴയ പോലെ തന്നെ ആകും എന്നുമുള്ള ഉറപ്പായിരുന്നു അധികൃതർ നൽകിയിരുന്നത്. പക്ഷേ ആ ഉറപ്പുകളും ജലരേഖയായി മാറിയിരിക്കുന്നു, പാഴ്വാക്കുകളായി മാറിയിരിക്കുന്നു. ഇപ്പോഴും തലസ്ഥാന നഗരിയിൽ വെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ്.
തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാതയുടെ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നടപടികൾ നടക്കുന്നത് കൊണ്ടാണ് ഒരു ജലവിതരണം മുടങ്ങുമെന്ന് അറിയിച്ചിരുന്നത്. വാട്ടർ അതോറിറ്റിയുടെ നേമം ഐരാണിമുട്ടം ഭാഗത്തേക്ക് പോകുന്ന ട്രാൻസ്മിഷൻ മെയിൻ പൈപ്പ് ലൈനുകളുടെ അലൈൻമെന്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ പകരം സംവിധാനം ഒരുക്കും എന്നായിരുന്നു ജനങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ ഒരു പകരം സംവിധാനവും ഒരുക്കാതെ വാട്ടർ അതോറിറ്റിയുടെ വലിയ പിഴവ് ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു. കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി വെള്ളം കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുകയും പ്രതിഷേധങ്ങൾ ശക്തിപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്നത്. ആ യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഇന്ന് എന്തായാലും വെള്ളം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ജലവിതരണം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉറപ്പായും ഉണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്തതാണ്. ഇന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും 4 മണിയോടുകൂടി പമ്പിംഗ് പുനരാരംഭിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നുണ്ട് ഈ 45 വാർഡുകളിൽ പലയിടങ്ങളിലുമുള്ള ജനങ്ങൾ. പകരം സംവിധാനം ഒരുക്കിയിട്ടില്ല. പ്രധാന പോയിന്റുകളിൽ മാത്രമാണ് കുടിവെള്ളം എത്തിക്കാൻ ഇപ്പോൾ കൗൺസിലർമാർ ഇടപെട്ടിട്ട് പോലും സാധിച്ചിട്ടുള്ളത്. 10,000 ലിറ്റർ വെള്ളം കൊണ്ടുവരുന്ന ശേഷിയുള്ള വാഹനങ്ങൾ അത് വീതി കൂടിയ നിരത്തിലൂടെ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന വീടുകളിൽ മാത്രമേ വെള്ളം കിട്ടുന്നുള്ളൂ എന്ന ആക്ഷേപം ഇതിന് പുറമെ ഉയരുന്നുമുണ്ട്. ഏതായാലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുന്നു കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ. തിരുവനന്തപുരം കോർപ്പറേഷന്റെ 45 വാർഡുകളിൽ ഈ ദുരിതം അനുഭവിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ നമ്മളോടൊപ്പം ഉണ്ട് ഈ വൈകുന്നേരം. ശ്രീ CR, ഇതിപ്പോൾ തികഞ്ഞ അനാസ്ഥ, അതായത് എന്തായാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടക്കട്ടെ എന്ന ഒരു തോന്നൽ, അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ട്, മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ട്, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്. ഇത്ര ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നത് നമ്മുടെ നാട്ടിൽ? ശ്രീ CR നീലകണ്ഠൻ. ഗോപീഷ, കേരളം മുഴുവൻ വലിയ തോതിൽ മഴയിൽ മുങ്ങുന്നു. തലസ്ഥാന നഗരത്ത് കുടിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾക്കോ വെള്ളം കിട്ടുന്നില്ല. ഇതിലൊരു വൈരുദ്ധ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളം മഴയിലാണ്. ഇപ്പോൾ കൊച്ചിയടക്കം ഞാനിരിക്കുന്ന സ്ഥലത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അതിവർഷമാണ് ഒരു വശത്ത്. രണ്ടാമത്തെ വിഷയം, ഇവിടെ വാട്ടർ അതോറിറ്റി അങ്ങേയറ്റത്തെ കെടുകാര്യസ്ഥതയും അഴിമതിയുമുള്ളൊരു സ്ഥാപനമാണ് എന്നതൊരു രഹസ്യമൊന്നുമല്ല. വാട്ടർ അതോറിറ്റി സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു എന്ന് വലിയ തോതിൽ അതിനെതിരെ തിരുവനന്തപുരത്തും കൊച്ചിയിലുള്ള പദ്ധതിക്കെതിരെ അവരുടെ എന്താ പറയുക ADBD ഒക്കെ പദ്ധതിക്കെതിരെ സമരം ചെയ്ത ആളുകളാണ് ഞങ്ങളൊക്കെ. ഇപ്പോൾ ജനങ്ങൾ ഒരുപക്ഷെ പറയും ഇത് സ്വകാര്യവൽക്കരിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് കിട്ടിയാൽ മതി, വെള്ളം കിട്ടിയാൽ മതി. കാരണം അവിടെ തത്വശാസ്ത്രമോ വൈരുദ്ധ്യാത്മ ഭൗതികവാദമൊന്നും പ്രസക്തമല്ലല്ലോ കുടിവെള്ളം കിട്ടാണ്ടിരിക്കുമ്പോൾ. അപ്പോൾ പ്രാഥമിക ആവശ്യത്തിന് വെള്ളം കിട്ടാൻ ഇനിയിപ്പോൾ ഏത് ചെകുത്താനെ ഏൽപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കുക എന്നൊരു ലക്ഷ്യം സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ വകുപ്പ് മന്ത്രിക്കോ ആളുകൾക്കോ ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇത് ഇപ്പോൾ ഞാൻ ഇതിൽ സമരം ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇവർ കെടുകാര്യസ്ഥതയുള്ളവരാണ്. ഇപ്പോൾ ഞാനൊരു എഞ്ചിനീയറാണ്. ഇതിൽ വലിയ വലിയ എഞ്ചിനീയർമാരുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മാസം വാങ്ങുന്ന എഞ്ചിനീയർമാരുണ്ട്. ആ എഞ്ചിനീയർമാരൊക്കെ ചേർന്നിട്ടാണല്ലോ ഒരു സംവിധാനം നമ്മൾ മാറ്റണം, ഒരു പൈപ്പ് ലൈൻ മാറ്റണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, എത്ര ദിവസം വേണം, എത്ര സമയം വേണം എന്നൊക്കെ നമുക്കറിയാം, ഒരു എഞ്ചിനീയർക്ക് അറിയണം. മാത്രമല്ല ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. കാരണം ഇപ്പോൾ നമുക്ക് ICUവിൽ മറ്റേ ഓക്സിജൻ പോലെയാണല്ലോ നമുക്ക് വെള്ളം. ICUവിൽ ഓക്സിജൻ വരാൻ 2 ദിവസം വൈകുമെന്ന് പറഞ്ഞാൽ പിന്നെ ICUവിന് അർത്ഥമില്ല. അതേപോലെ നമ്മൾ സ്മാർട്ട് സിറ്റിയാണ്, സ്മാർട്ടാണ് തിരുവനന്തപുരം. അവിടെയാണ് പ്രശ്നം. നമ്മുടെ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ വലിയ തോതിൽ ജലക്ഷാമം ഉണ്ടായപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട എറണാകുളംകാരനായ മന്ത്രി രാജീവ് പറഞ്ഞു, നിങ്ങളൊക്കെ കേരളത്തിലേക്ക് പോരെ, ഞങ്ങളവിടെ ഇഷ്ടം പോലെ വെള്ളം തരാം. ഇപ്പോൾ എനിക്ക് ചിരി വരിക, തിരുവനന്തപുരത്ത് ഇൻഫോ പാർക്കിൽ ടെക്നോ പാർക്കിൽ ജീവിക്കുന്ന ആളുകളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ശമ്പളം കിട്ടിയിട്ട് എന്താ കാര്യം? രണ്ടാമത്തെ വിഷയം, ഇതിൽ അഴിമതിയുടെ ഘടകത്തിലേക്ക് നമ്മൾ വന്നാൽ, ഈ ടാങ്കർ ലോറി എന്ന് പറയുന്നത് കേരളത്തിലെ വലിയൊരു മാഫിയയാണ്. എറണാകുളത്തുണ്ട്, അത് മിക്കവാറും കോഴിക്കോടും ഒക്കെ നഗരങ്ങളിലൊക്കെ ഉണ്ടാവും. ഈ ടാങ്കർ ലോറിക്കാർ ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടാവും. കാരണം ഇപ്പോൾ പറഞ്ഞില്ലേ 2000 രൂപ കൊടുത്താൽ വെള്ളം കിട്ടും. 2000 രൂപ മുൻകൂർ അടച്ച് വെള്ളം വാങ്ങിക്കുന്ന ആളുകൾ തിരുവനന്തപുരത്ത് മതിയെന്നേ, ബാക്കി ആളുകൾ ആവശ്യമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് അതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു കൂട്ടരുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA, എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് VK പ്രശാന്ത്, അദ്ദേഹം മേയറായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വാട്ടർ അതോറിറ്റിക്ക് കുഴപ്പമുണ്ട്.
ഇപ്പോഴാണോ മനസ്സിലായത്? 4 ദിവസം വെള്ളം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിക്ക് എന്തോ തകരാറുണ്ട്. ഇനി അത് അന്വേഷിക്കണം. എന്തന്വേഷിക്കും? നമ്മൾ എന്തന്വേഷിച്ചിട്ട് ആർക്കെതിരെ നടപടി എടുത്തേ ഗോപീഷ്ണ? ഏത് കാര്യത്തിൽ? ആമേഴഞ്ചാൻ തോട് നിങ്ങൾ എത്ര ദിവസം കൊണ്ടിടുന്നു? എത്ര ദിവസം കഴിഞ്ഞു? അതിൽ ആർക്കെതിരെ? ഒരു ചെറിയ ഉദ്യോഗസ്ഥക്കെതിരെ ഒരു സസ്പെൻഷൻ ഒഴിച്ചാൽ ആമേഴഞ്ചാൻ തോടിൽ ജോയി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടും അത്രയും മാലിന്യം വന്നതുമായി ബന്ധപ്പെട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആർക്കെങ്കിലും ഒരാൾക്കെതിരെ നടപടിയെടുത്തോ? എന്തെങ്കിലും ഒരു അന്വേഷണം നടന്നോ? ഞാൻ പറയുന്നത് അത് നമ്മുടെ ജനങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. അത് ശരി തന്നെയാണ്. എന്തു പറഞ്ഞാലും ഈ ജനങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പ്രതിഷേധിക്കാം, BJPക്കാർക്ക് പ്രതിഷേധിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ കുടിവെള്ളം കിട്ടാത്തവനെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധം കൊണ്ടൊന്നും ഒരു കാര്യമല്ലോ. ഈ ബദൽ സംവിധാനം അല്ലെങ്കിൽ ഈ പകരം ഒരു സംവിധാനം എന്നത് ഒരുക്കുക എന്ന കാര്യം ഒരു കോമൺ സെൻസ് ആണല്ലോ. അതായത് അത് 48 മണിക്കൂറാകട്ടെ അല്ലെങ്കിൽ ഒരു 10 മണിക്കൂറാകട്ടെ, എങ്ങനെയായാലും കുടിവെള്ളം, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ICUയിൽ ഓക്സിജൻ പോലെയാണല്ലോ നമ്മളെ സംബന്ധിച്ച് കുടിവെള്ളം. അപ്പോൾ കുടിവെള്ളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും വെള്ളം എത്തിക്കാൻ അതിന് വേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നത് പ്രാഥമികമായ ഒരു ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ അത് നടക്കാതെ പോയതും ഈ അഴിമതിയും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയുക? അല്ല, ഞാൻ പറഞ്ഞത് ഉദാഹരണം, മന്ത്രിമാരെ വന്ന് എളിഭ്യരായി തിരിച്ചു പോകുന്നു. ശിവൻകുട്ടി, ഇപ്പോൾ റോഷി അഗസ്റ്റിൻ, ഇവർക്കൊക്കെ പറയാൻ നല്ലത്. ഇവർ പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും വില എടുക്കുമോ? റോഷി അഗസ്റ്റിൻ എന്തെങ്കിലും വില ആർക്കെങ്കിലും ഉണ്ടോ? ഇവർ കൊടുത്ത വാക്കിന് എന്തെങ്കിലും വില ഈ ഭൂലോകത്തുണ്ടോ? ഇപ്പോൾ ബദൽ സംവിധാനത്തെക്കുറിച്ച് ചോദിച്ചു. ബദൽ സംവിധാനമില്ലാതെ ഒരു പൈപ്പ് ലൈൻ കട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രാഥമികമായ ഒരു എഞ്ചിനീയറിംഗിന്റെ നിയമമാണ്. പ്രത്യേകിച്ച് ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ സിആർ. ഞങ്ങളുടെ പ്രതിനിധി അലക്സ് റാം മുഹമ്മദിനൊപ്പം VK പ്രശാന്ത് MLA ഉണ്ട്. ഇപ്പോൾ താങ്കൾ VK പ്രശാന്തിന്റെ കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. അലക്സ് റാം ഉണ്ട് നമ്മളോടൊപ്പം. അലക്സ്, പറയൂ. ഗോപി, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഈ തലസ്ഥാന നഗരത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളൊക്കെ കവർ ചെയ്ത് വരുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. അതുമാത്രമല്ല, നഗരസഭയുടെ മുൻ മേയർ കൂടിയാണ്. അദ്ദേഹത്തിന് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം എങ്ങനെയാണ് കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നതെന്നും അത് ആളുകൾക്ക് ബുദ്ധിമുട്ടാകാത്ത തരത്തിൽ എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാവുന്ന ആളായിരുന്നു VK പ്രശാന്ത്. VK പ്രശാന്ത് പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഒരു വിമർശനം ഉയർത്തിയത് നമ്മൾ കേട്ടതാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതികളിലൊന്നും വിമർശനങ്ങളിലൊന്നും. VK പ്രശാന്ത് നമുക്കൊപ്പമുണ്ട്. 4 ദിവസമായി തലസ്ഥാനത്തെ ആളുകൾ നമ്മൾ നേരിട്ട് കാണുകയാണ്. ഈ 4 ദിവസമായിട്ട് അവർ ഈ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പ്രാഥമിക ആവശ്യം നിറവേറ്റണം, വെള്ളമില്ലാതെ ആളുകൾ ഓടുകയാണ്. MLA അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് തുരുതുര ഫോൺ വരികയാണ്. ഏതാണ്ട് 3 മണി മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ കുടിവെള്ളമില്ലാതായാൽ പ്രതിഷേധിക്കും. ഇവിടെ വാട്ടർ അതോറിറ്റി അറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്നുള്ളൊരു വിമർശനം ഞങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വിളിച്ച യോഗത്തിൽ ഉന്നയിച്ചതാണ്. അതുമാത്രമല്ല, ഞാൻ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം, നേമത്ത് പണി നടത്തുന്നതിന് വേണ്ടി നഗരത്തിലാകമാനം കുടിവെള്ളം മുടക്കേണ്ട സാഹചര്യം എങ്ങനെയാണ് വന്നത്? നേരത്തെ അരുവിക്കരയിലടക്കം നമ്മൾ പണികൾ നടത്തുമ്പോൾ ഈ ഒരു പ്രയാസമില്ലാതെ കൈകാര്യം ചെയ്യുമായിരുന്നു. അപ്പോൾ നേമത്ത് നടത്താനുള്ള പണിക്ക് വേണ്ടി അശാസ്ത്രീയമായി അരുവിക്കരയിലെ പമ്പിംഗ് നിർത്തിവെക്കുകയാണ്. അപ്പോൾ 2-3 വാൽവുകൾ അടച്ച് പണി നടത്തേണ്ടതിന് പകരം നഗരം മുഴുവൻ കുടിവെള്ളം മുട്ടിക്കുന്ന നിലയിലേക്ക് ചില ഉദ്യോഗസ്ഥന്മാർ ബോധപൂർവം കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ള ആക്ഷേപം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അത് പരിശോധിക്കണം. ഇപ്പോൾ നന്നായിട്ട് പണി നടക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ പ്രത്യേകമായിട്ട്, കാരണം പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്റർ അടക്കം ജലവിഭവ വകുപ്പ് മന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ 7 മണിയോടുകൂടി കുടിവെള്ളം കിട്ടുമെന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. അത് നന്നായിട്ട് തന്നെ നടത്തി. പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച വാട്ടർ അതോറിറ്റി പരിശോധിക്കണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അതിനകത്ത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം. മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഇത് വരണ്ടേ? വാട്ടർ അതോറിറ്റി ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഇത് വരേണ്ട കാര്യമില്ല. അദ്ദേഹവും ഇന്ന് രാവിലെ ഈ സ്ഥലത്തൊക്കെ പോയി ഈ സന്ദർശനം നടത്തുകയും ഒരുപക്ഷെ അദ്ദേഹത്തെ പോലും തെറ്റിദ്ധരിച്ചിരിക്കുക. 4 മണിക്ക് ഈ ജോലികളെല്ലാം പൂർത്തീകരിച്ച് പമ്പിംഗ് ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം അങ്ങ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ അത് വീണ്ടും 7 മണിയാകുന്നു. ഇപ്പോൾ ജനപ്രതിനിധികളാണ് പൊതുജനങ്ങളുടെ ഫസ്റ്റ് കോൺടാക്ട് പോയിന്റ്. അവർ നിങ്ങളെയാണ് ബന്ധപ്പെടുന്നത്. അത് നിങ്ങൾ കൂടെ ആൻസറബിളായി മാറുകയാണ്. അല്ല, അത് തന്നെയാണ് എൻ്റെ ഒരു പ്രശ്നം. കാരണം ഉദ്യോഗസ്ഥന്മാർ 48 മണിക്കൂർ കൊണ്ടാണ് ഈ പണി ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞ് വർക്ക് തുടങ്ങിയത്. പക്ഷേ അത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 72 മണിക്കൂറും കഴിഞ്ഞ് അതും കഴിഞ്ഞ് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. അവിടെയാണ് പറഞ്ഞത് ജാഗ്രത കുറവുണ്ട്. അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ തിരുവനന്തപുരത്ത് വെക്കണം. തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരമാണ്. ഇത്രയും അധികം ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന സാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഈ കാര്യം കൈകാര്യം ചെയ്ത് പരിചയസമ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ വെക്കാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തയ്യാറാകണം.
കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എവിടെയൊക്കെയാണ് വാൽവ് ഉള്ളത്, എവിടെയൊക്കെയാണ് ലൈനുകളുള്ളത്, ഇത് കൃത്യമായി ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയൂ. അപ്പോൾ അവിടെ ഒരു പാകപ്പിഴ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് ഈ പ്രശ്നം ഞങ്ങൾ കൊണ്ടുവരും. പരാതി നൽകുന്ന കാര്യവും ഞങ്ങളിപ്പോൾ ആലോചിക്കുകയാണ്. കാരണം 4-5 ദിവസം വെള്ളം മുടക്കേണ്ട ഒരു സാഹചര്യം തിരുവനന്തപുരത്തില്ല. നമുക്ക് ആവശ്യമുള്ള വെള്ളമുണ്ട്. വാൽവുകൾ ക്രമീകരിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. നേമത്തെ പണിക്ക് വേണ്ടി ഒരു 5-6 വാർഡുകൾ മാത്രം ബുദ്ധിമുട്ടിയാൽ മതിയാവും. ഇത് നഗരം മുഴുവൻ ബുദ്ധിമുട്ടുന്ന സ്ഥിതി എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഞങ്ങൾ പരാതി സമർപ്പിക്കും. അദ്ദേഹം അത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചവരോ ജനങ്ങൾ തന്നെ തിരക്കുന്നുണ്ടോ ഓരോ ഇടത്തേക്ക് പോകുമ്പോൾ? തീർച്ചയായിട്ടും ജനങ്ങളത് സ്വാഭാവികമായിട്ടും ഉന്നയിക്കുമല്ലോ. നമ്മുടെ വീട്ടിനകത്ത് പ്രാഥമിക കാര്യങ്ങൾ നടത്താൻ പോലും വെള്ളമില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം ജനങ്ങൾ ഉന്നയിക്കുന്നതിന് ഞങ്ങളാരും കുറ്റപ്പെടുത്തുന്നില്ല. ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ, മേലിലെങ്കിലും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു അന്വേഷണമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഗോപി, പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ജാഗ്രത കുറവുണ്ടായി, തയ്യാറെടുപ്പ് നടത്തിയില്ല. അത്തരത്തിൽ ഒരു വാൾവ് അല്ലെങ്കിൽ ഒരു പൈപ്പിൻ്റെ പണി നടക്കുന്നതിന് വേണ്ടി മുഴുവൻ പൈപ്പുകൾ അടച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട, വാൾവുകൾ അടച്ചിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു സാഹചര്യവും തിരുവനന്തപുരം നഗരത്തിൽ ഇല്ല എന്നാണ് ഈ തിരുവനന്തപുരം നഗരസഭയുടെ മുൻ മേയർ കൂടിയായ വട്ടിയൂർക്കാവ് MLA ഇപ്പോൾ പ്രതികരിച്ചത്. മന്ത്രിക്ക്, ജലവിഭവ മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകും ജനപ്രതിനിധികൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഈ വീഴ്ച ആരാണോ വരുത്തിയത് ആ ഉദ്യോഗസ്ഥർ നടപടിക്രമങ്ങൾ സംബന്ധിച്ച കുറ്റം ചാർത്തൽ, അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ജാഗ്രതക്കുറവ് എന്നൊക്കെ പറയുമ്പോഴും ഉദ്യോഗസ്ഥർക്ക് മുകളിൽ അതിനെ നിയന്ത്രിക്കേണ്ട ഭരണ നേതൃത്വത്തിന് എവിടെ നിൽക്കുന്നു? അവരുടെ പിഴവുകൾക്ക് ആര് മറുപടി പറയും, ആര് സമാധാനം പറയും എന്ന ചോദ്യമുണ്ട്. പണം കൊടുത്താൽ മാത്രം വെള്ളം കിട്ടുന്ന അവസ്ഥ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകുന്നുണ്ട്. സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം, സ്മാർട്ട് തിരുവനന്തപുരം ആപ്പ് വഴി പോലും പണം കൊടുത്താണ് ഈ വെള്ളം കിട്ടുന്നത് എന്നൊക്കെയുള്ള പരാതി പറയുന്നവരുണ്ട്. ഏതായാലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. തിരുവനന്തപുരം നഗരസഭയിലെ 45 വാർഡുകളിൽ 4 ദിവസമായി വെള്ളം മുടങ്ങിയിട്ട് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഒരു തുള്ളി വെള്ളം കിട്ടാത്ത വലയുന്ന ഒരുപിടി ആളുകൾ ഈ വിവിധ ഇടങ്ങളിലുണ്ട്. വാർഡ് കൗൺസിലർമാർ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റുകളിൽ മാത്രമാണ് കുടിവെള്ളം കൊണ്ടുവരുന്ന ടാങ്കറുകളിൽ നിന്ന് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാത്ത ഇടങ്ങളിൽ ഇപ്പോഴും വെള്ളം കിട്ടാതെ ജനങ്ങൾ നെട്ടോട്ടം ഓടുന്നു എന്നതാണ് തലസ്ഥാന നഗരിയിലെ 4ാം ദിവസത്തെ വെള്ളം മുടക്കിന് ശേഷമുള്ള അവസ്ഥ. പരിഹരിക്കപ്പെടും, 4 മണിയോടുകൂടി പമ്പിംഗ് തുടങ്ങും, വെള്ളം പൈപ്പുകളിൽ എത്തും എന്നൊക്കെയുള്ള വാക്കുകൾ ജലരേഖയായി മാറിയിരിക്കുന്നു. ഇന്നലെ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലും ഇന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നൽകിയ ഉറപ്പിലും ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ പോകുന്നു. കാരണം 4 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആകുമ്പോഴും വെള്ളം ഒരു തുള്ളി തിരുവനന്തപുരത്തെ ജനങ്ങളുടെ വീടുകളിലെ പൈപ്പുകളിൽ എത്തിയിട്ടില്ല. ചെറിയ ഇടവേള, നമുക്ക് വീണ്ടും അവിടെ നിന്നുള്ള വിവരങ്ങൾ നോക്കാം, ആളുകളുടെ പ്രതികരണങ്ങൾ അന്വേഷിക്കാം, ഏതെങ്കിലും തരത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത ഇന്നുണ്ടോ എന്നും അന്വേഷിക്കാം. കുടിക്കാൻ ഒരു തുള്ളി പോലും വെള്ളം കിട്ടാതെ വലയുകയാണ് തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ. ഇപ്പോഴും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. പലയിടങ്ങളിലേക്കും ഇപ്പോഴും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. നഗരസഭയുടെ 45 വാർഡുകളിലാണ് ഈ പ്രതിസന്ധി അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഒരുപക്ഷെ 7 മണിയാകുമ്പോഴേക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നറിയുന്നു. ഏതായാലും ഇന്ന് രാവിലെയും മന്ത്രി റോഷി അഗസ്റ്റിൻ നൽകിയ ഉറപ്പ് വൈകിട്ട് 4 മണിയോടുകൂടി പമ്പിംഗ് പുനരാരംഭിക്കും എന്നുള്ളതാണ്. ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്ന വലിയ കെടുകാര്യസ്ഥതയും വീഴ്ചയുമാണ് എന്ന വിമർശനങ്ങൾ ജനപ്രതിനിധികൾ ഉയർത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ മന്ത്രിമാർക്ക് പരാതി നൽകും എന്നാണ് നേരത്തെ വട്ടിയൂർക്കാവ് MLA M പ്രശാന്ത് ഞങ്ങൾ 24നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും പ്രശ്നം പരിഹരിക്കാതെ കിടക്കുന്നു. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ജഗതിയിൽ. അവിടെയാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. അവിടെ നിന്നും ഷഫീദ് നമുക്ക് വിവരങ്ങൾ നൽകും. ഷഫീദ്, എന്താണ് എപ്പോൾ ഈ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഒടുവിൽ പറയുന്നത്? പ്രദർശനം 7 മണിയോടുകൂടി നഗരത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഒക്കെ വെള്ളം എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിലവിൽ ഇപ്പോൾ ഈ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, അവസാനഘട്ട അറ്റകുറ്റപ്പണികളാണ് നിലവിൽ ഇപ്പോൾ ഈ പുരോഗമിക്കുന്നത്. 2 സ്ഥലത്ത്, ഒന്ന് CAT റോഡിലും അതേപോലെ തന്നെ കുഞ്ചാലുമൂട്, ഈ 2 ഇടങ്ങളിലായിരുന്നു പ്രധാനമായും ഈ പ്രശ്നവും അറ്റകുറ്റപ്പണികളും ഒക്കെ നടന്നത്. അതിൽ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുന്നു. ഏതാണ്ട് 500 mm പൈപ്പ് ലൈനും അതേപോലെ തന്നെ 700 mm പൈപ്പ് ലൈനുകളും പാസ് ചെയ്തു പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലീക്കേജ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു പണി അത് ആ 2 വാൽവ് അത് ജോയിന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ ഈ ലീക്കേജ് ഉണ്ടായതിനെ തുടർന്നാണ് 2 ദിവസം കൂടി അധികം ഈ കുടിവെള്ള പ്രതിസന്ധി തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ പൈപ്പ് ലൈനുകൾക്ക് മുകളിൽ മണ്ണ് മൂടുന്നു. അതിനുശേഷം ആ 2 ഈ വാൽവ് അതൊന്ന് ക്ലോസ് ചെയ്താൽ ഉടൻ തന്നെ അരുവിക്കരയിൽ പമ്പിംഗ് ആരംഭിച്ചുകൊണ്ട് ഇവിടേക്ക് കൂടുതലായി വെള്ളം എത്തിക്കാം. ആദ്യഘട്ടത്തിൽ പ്രഷർ ലീക്കേജും അതേ
അതേപോലെ തന്നെ ക്ലീനിങ് പർപ്പസുകളുമായിരിക്കും നടക്കുക എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഏതായാലും മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തി ഇന്ന് രാവിലെ മുതൽ തന്നെ ഇക്കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് ഏതാണ്ട് 1.5 മണിക്കൂർ സമയമാണ്. 1.5 മണിക്കൂറിൽ നമുക്ക് ഈ വെള്ളം അരുവിക്കരയിൽ നിന്ന് 1.5 മണിക്കൂറിനുള്ള സമയത്തിൽ പമ്പ് ചെയ്ത് ആരംഭിച്ചാൽ പോലും 1.5 മണിക്കൂർ സമയം വേണം നഗരത്തിലേക്ക് എത്താൻ, ഈ പ്രദേശത്തേക്ക് എത്താൻ. അവിടെ ഈ പ്രഷർ ലീക്കേജും അതേപോലെ തന്നെ ഫൈനൽ ചെക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കണം. ഏതായാലും 4 ദിവസം 5 മാറും എന്നുള്ള മുന്നറിയിപ്പിൽ തുടങ്ങിയിട്ടുള്ളതായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തികൾ. അങ്ങനെ അത് ഒടുവിൽ ഇത് എത്തി നിൽക്കുന്നത് ഏതാണ്ട് 4 ദിവസത്തോളം സമയമെടുത്തു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഗോപകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്പസമയം മുൻപ് മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പങ്കുവച്ചൊരു വിവരമുണ്ട്. അതായത് ഈ മുന്നറിയിപ്പുകളില്ലാതെ വാട്ടർ അതോറിറ്റിയുടെ ചില പണികൾ അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തിരുവനന്തപുരം നഗരത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കിയതാണ്. അപ്പോൾ ഈ രീതിയിൽ വീണ്ടും ഇത്തരം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു സമാന്തര സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും, ഏത് രീതിയിൽ അത് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ആശങ്കകൾ പലതായിരുന്നു. പക്ഷേ ആ ആശങ്കകൾ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നമുണ്ടാക്കിയത് ഈ കഴിഞ്ഞ 2 ദിവസമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഏതാണ്ട് 42 വാർഡുകളിൽ ഈ വെള്ളം മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. അതിനും അപ്പുറത്തേക്ക് ഈ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാനുള്ള ആദ്യഘട്ട ശ്രമം അത് പിന്നീട് പോയപ്പോഴേക്കും അതിരൂക്ഷമായി ഹോട്ടലുകൾ അവർക്ക് ഈ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യങ്ങളുണ്ടായി. ആളുകൾ ബന്ധുവീടുകളിലേക്കൊക്കെ താമസിക്കാൻ പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഏതായാലും ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ശ്രദ്ധയിലൊക്കെ ഇത് പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ ആന്റണി രാജു ഈ വിഷയം പെടുത്തിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പുകളില്ലാതെ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ സമാന്തര മാർഗം ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം അതിനെ ആവർത്തിക്കരുത് തിരുവനന്തപുരം നഗരത്തിൽ എന്ന് നഗരസഭയും ഔദ്യോഗികമായി തന്നെ ഇന്നലത്തെ അറിയിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും പൂർണ്ണ അർത്ഥത്തിൽ ഇപ്പോഴും നമുക്ക് അതൊരു ക്ലോസ്ഡ് പ്രോസസ്സായി ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ പണികൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. കാരണം അപ്പോഴും ആ വാൽവ് അടയ്ക്കുന്ന പ്രവൃത്തികൾ അത് നടക്കുകയാണ്. അത് പൂർത്തിയാക്കിയാൽ ഏതായാലും അറ്റകുറ്റപ്പണികൾ വളരെ വേഗം ദ്രുതഗതിയിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഉറപ്പില്ല. കാരണം ഇന്നലെയും ഇതുപോലെ തന്നെ പണി തീരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും വാൾവിൽ നിന്ന് ലീക്ക് ഉണ്ടാവുകയും പണി തുടർന്നുകൊണ്ട് പോകേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ സാങ്കേതികമായ കാരണങ്ങൾ ഇതിനകത്ത് ഇപ്പോഴും പ്രശ്നങ്ങളായി തന്നെ നിൽക്കുന്നുണ്ട്. ഏതായാലും അറ്റകുറ്റപ്പണികൾ വളരെ വേഗം പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 7 മണിയോടുകൂടി പമ്പിംഗ് പുനരാരംഭിക്കാൻ കഴിയും. തലസ്ഥാന നഗരയിൽ 4 ദിവസമായി വെള്ളം കൊടുക്കാതെ വലച്ച ജനങ്ങൾക്ക് 7 മണിയോടുകൂടി ഒരുപക്ഷെ ദാഹജലം കിട്ടിയേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമം സംബന്ധിച്ച പരാതി നൽകാൻ തമിഴ്നാട്ടിലും ഒരു കമ്മിറ്റി രൂപീകരിച്ചു. നടി രോഹിണിയാണ് നടികർ സംഘം രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷ. പരാതികളുമായി സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും ചാനലുകൾക്ക് മുന്നിൽ പരാതി പറയരുതെന്നും രോഹിണി ആവശ്യപ്പെട്ടു. யாராவது ஒரு பெண் உங்க முன்னாடி பேசுறாங்கன்னா அதற்கான தீர்வு நீங்க கொடுக்குறீங்களா? இல்ல பொதுமக்களுக்கு தெரியப்படுத்தி பொதுமக்கள் ஏதாவது தீர்வு காண முடியுதா? இல்ல அது தீர்வு காண முடிகிற ஒரு சங்கமாக ஒரு அமைப்பாக நாங்க இருக்கோம். அதனால எங்க கிட்ட முதல்ல சொல்லுங்க. உங்களுடைய பிரச்சனையை தீர்க்கறதுக்கான இடத்துல நாங்க தான் இருக்கோம். മനേഷ് മൂർത്തി ഉണ്ട് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഇത് പുതുതായി രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണോ അതോ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റി അത് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതാണോ? എന്താണ് രോഹിണി അധ്യക്ഷയായിട്ടുള്ള കമ്മിറ്റിയുടെ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ 2019 രൂപീകരിച്ച ഒരു സമിതിയാണിത്. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് തന്നെയാണ്. പരാതികൾ ലഭിച്ചാൽ അതിന് നടപടിയെടുക്കുക എന്നൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം അത് തന്നെയായിരുന്നു. അത്തരത്തിൽ ചില പരാതികൾ ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും രോഹിണി പറയുന്നുണ്ട്. എന്തായാലും രോഹിണി അധ്യക്ഷയായിട്ടുള്ള സമിതിയാണ്. പക്ഷേ ഈ സമിതിയിൽ കുറച്ചുകൂടി ആളുകളെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു ശ്രമം കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനം കൂടി ഇന്നുണ്ടായിട്ടുണ്ട്. അതിലേക്ക് കൗൺസിലർമാരെ, അതായത് ഇത്തരത്തിലുള്ള ആളുകളെ കൗൺസിലിംഗ് ചെയ്യിക്കാനുള്ള ആളുകൾ, അതുപോലെ തന്നെ ചില NGOയിൽ നിന്നുള്ള ആളുകളെ, അങ്ങനെയുള്ള ചില ആഡ് ഓൺ ഈ കമ്മിറ്റിയിലേക്ക് കുറച്ചുകൂടി അംഗങ്ങളെ ആഡ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം കൂടി എന്തായാലും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇന്നിപ്പോൾ ചേർന്ന നടികർ സംഘത്തിന്റെ യോഗത്തിന് ശേഷമാണ് ഈ കമ്മിറ്റി കുറച്ചുകൂടി സജീവമായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ നടികർ സംഘം പറഞ്ഞിട്ടുള്ളതാണ്, ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ അല്ലെങ്കിൽ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സമിതി ഉണ്ടാകും, നടികർ സംഘത്തിന്റെ കീഴിൽ ഒരു അല്ലെങ്കിൽ നടികർ സംഘം അത്തരത്തിലൊരു സമിതിയെ നിയോഗിക്കുമെന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ്. എന്തായാലും ആ സമിതിയാണ് ഇപ്പോൾ 2019 രൂപീകരിച്ച സമിതി. അതിലേക്ക്
കുറച്ചുകൂടി വിപുലമായ രീതിയിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് ആ പരാതികൾ സ്വീകരിക്കുന്നതിനും അതിനുള്ള നടപടികൾ എടുക്കുന്നതിനും വേണ്ടിയാണ് എന്തായാലും ഇപ്പോൾ ആ ഒരു സമിതി അങ്ങനെ രൂപീകരിച്ചിരിക്കുന്നത്. രോഹിണി അധ്യക്ഷയായുള്ള ഒരു സമിതി ഇപ്പോൾ നിലവിൽ പറയുന്നത് ഇത്തരത്തിൽ പരാതികൾ ലഭിച്ചാൽ അത് കൃത്യമായി തന്നെ പരിശോധിക്കും. ആ പരിശോധനയിൽ അതായത് തെറ്റുകാരാണെന്ന് കണ്ടെത്തിയാൽ അവരെ 5 വർഷത്തേക്ക് സിനിമയിൽ നിന്ന് ബാൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കടക്കുമെന്നുള്ളതാണ് സമിതിയുടെ ഒരു ആദ്യഘട്ട ഒരു കാര്യം എന്നുള്ള രീതിയിൽ രോഹിണി അതിനകത്ത് മനീഷ്, രോഹിണി പറയുന്നത് ഈ ലൈംഗിക അതിക്രമ പരാതി ഉണ്ടെങ്കിൽ അത് ചാനലുകളിലോ മാധ്യമങ്ങളിലോ അല്ല, ഈ കമ്മിറ്റിക്ക് മുൻപാകെ വേണം പറയാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നീതി ഉറപ്പാക്കും എന്നാണോ? അതായത് അത്തരത്തിലുള്ള ഒരു പ്രവണത കാര്യമായി തന്നെ ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ള പരാതികൾ ആദ്യം ചാനലുകൾക്ക് മുൻപിൽ പറയുക, അതിനുശേഷമാണ് മറ്റ് അതോറിറ്റികളുടെ മുമ്പിലേക്ക് അത് എത്തുന്നത്. കാരണം ചാനലുകൾക്ക്, ന്യൂസ് ചാനലുകൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചാനലുകൾക്കോ ഒന്നും തന്നെ ഈ പരാതി പരിഹരിക്കാൻ കഴിയില്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ പരാതി പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ നടികർ സംഘത്തിന്റെ പിൻബലത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ ഒരു സമിതി, ഈ പ്രത്യേക സമിതിക്ക് മുൻപിൽ വന്ന് പരാതികൾ പറയാം. ആ പരാതികൾക്ക് കൃത്യമായ പരിഹാരം ഉണ്ടാകും. അല്ലാതെ പരാതികൾക്ക് പരിഹാരം കാണാൻ പറ്റാത്ത ഇടങ്ങളിൽ പരാതി പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മനീഷ്, അങ്ങനെയാണെങ്കിലും ഈ ലൈംഗിക അതിക്രമ പരാതികൾ സാധാരണ ക്രിമിനൽ നടപടി നേരിടേണ്ടതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കമ്മിറ്റി അത്തരം പരാതികൾ ഈ മൊഴികളോ അല്ലെങ്കിൽ തെളിവുകളോ നൽകുന്ന സാഹചര്യത്തിൽ അത് പോലീസിന് കൈമാറും. അങ്ങനെയാണോ ഈ കമ്മിറ്റി പ്രവർത്തിക്കുക? അതായത് നിലവിലുള്ള കമ്മിറ്റിയുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഈ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. രോഹിണി പറഞ്ഞിട്ടുള്ളത് ആ രീതിയിലാണ് ഗോപീഷൻ. അതായത് പരാതി ലഭിക്കുമ്പോൾ ആദ്യം തന്നെ, അതായത് ആർക്കെതിരെയാണോ പരാതി അയാളെയാണ് ആദ്യം തന്നെ സമിതി ബന്ധപ്പെടുക. അയാളുമായി സംസാരിച്ചതിന് ശേഷമാണ് അന്വേഷണം ഉണ്ടാവുക. ഈ അന്വേഷണത്തിൽ ഇയാൾ തെറ്റുകാരനാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അയാളെ 5 വർഷത്തേക്ക് സിനിമയിൽ നിന്ന് ബാൻ ചെയ്യുക. ഇതാണ് അതായത് നിയമപരമായ അധികാരങ്ങളില്ലാത്ത ഒരു കമ്മിറ്റി എന്താണോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് എന്തായാലും രോഹിണി ഇന്നിപ്പോൾ ശരി. മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമം സംബന്ധിച്ച പരാതി നൽകാൻ തമിഴ്നാട്ടിലും ഒരു കമ്മിറ്റി 2019 രൂപീകരിച്ചതാണ്. അത് കൂടുതൽ സജീവമാകാൻ പോകുന്നു. നടി രോഹിണിയാണ് നടികർ സംഘം രൂപീകരിച്ച ഈ കമ്മിറ്റിയുടെ അധ്യക്ഷ. പരാതികളുമായി സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും ചാനലുകൾക്ക് മുന്നിൽ പരാതി പറയരുത് എന്നുമാണ് രോഹിണി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്.